അപ്പോൾ ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വട്ടം ഞാൻ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്നിട്ട് എനിക്ക് 4 വ്യൂസ് എന്താണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാഡായിരുന്നു. മാത്രമല്ല ഒരിതായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരു സബ്സ്ക്രൈബും കുറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോയ്ക്ക്, അതായത് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്ന ഈ വീഡിയോയ്ക്ക് 100ൻ്റെ മേലെ വ്യൂസ് കിട്ടിയില്ല. അല്ല, 100ൻ്റെ മേലെ വേണ്ട, 100ൻ്റെ അടുത്തേലും വ്യൂസ് കിട്ടിയില്ലേ, ഞാൻ പിന്നെ ഇതിൻ്റെ എപ്പിസോഡ്സ് ഉള്ളത് ഞാൻ ഇടൂല. ഞാൻ ഇടയ്ക്ക് തന്നെ ഏതെങ്കിലും ഒരാൾ കമൻറ്റ് ഇടണം, ഒന്ന് ഇടുമോ, എനിക്ക് കാണാൻ താല്പര്യം, അങ്ങനെ പറഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ തന്നെ ഞാൻ ഇടാൻ സാധ്യത ഉണ്ട്. പോരാത്തതിന് ഇപ്പോൾ നിങ്ങൾ മലയാളി അല്ലെങ്കിൽ ഞാനിത് ഇംഗ്ലീഷിലും ഞാൻ സംസാരിച്ചുകൊണ്ടിടാം, എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പറയണം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന്. ഇതിൻ്റെ കഴിഞ്ഞ വഴി ഞാൻ പറഞ്ഞല്ലോ 4 വ്യൂസാണ് കിട്ടിയത്. ആ 4 പേരിൽ ഒരാൾ പോലും സബ് ചെയ്തിട്ടില്ല. അതേപോലെ സബ് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്തിട്ടുമില്ല, സബ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആണെങ്കിൽ ദയവേതൊന്ന് ലൈക്ക് ചെയ്യുമല്ലോ. നിങ്ങൾ ലൈക്ക് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്നത് നിങ്ങളുടെ ഡാറ്റയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫോൺ റീചാർജൊക്കെ ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണ്ട. നിങ്ങൾക്ക് 2 GB 3 GB അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീചാർജ് ചെയ്യണ്ട. ഞാൻ നിങ്ങളെ നിർബന്ധിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ വൈഫൈ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ നിങ്ങൾ റീചാർജ് ചെയ്തുകൊണ്ട് ആണെങ്കിലോ ഒക്കെ ഒന്ന് സബ് ചെയ്ത് തന്നൂടെ ഗൈസ്. അങ്ങനെയാണെങ്കിൽ എനിക്കും സന്തോഷമാവും. കാരണം ലൈക്ക് ചെയ്ത് തന്നൂടെ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കിട്ടുമല്ലോ. ശരി, ഞാൻ 13 സ്ഥലത്തേക്ക് തട്ടിക്കപ്പെട്ടോ. നോ വാട്ട് ദ ഹെക്ക്. എനിക്ക് അതിലങ്ങനെ കയറി പറ്റണം. നമുക്കൊരു 2200 രൂപ കൊണ്ട് പൊട്ടിക്കാം. കാരണം ഈ ബൈക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യാ, നമ്മൾ അപ്പം കാണുന്നു. ഇന്ന് വലിയ മന്തിയായിരുന്നു. അപ്പം ഞാൻ ഒരു ഫുഡ് പ്രാന്തനായതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി അങ്ങനെ ഡ്രിഫ്റ്റ് പുറകിനെ പുറമൊക്കെ ആവശ്യമില്ല. അയ്യോ പോയി കയ്യിൽ നിന്ന് പോയി. ലാസ്റ്റ് തിരുവോണം ഭയങ്കര മുഖ്യമാണ്. ഈ ബൈക്കിൽ ഇവനും കൊണ്ട് കളിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. മറ്റേ തല കൊമ്പൊക്കെ ആയിട്ട് ഷിറ്റ് വെച്ചിട്ട് ഒരു 20 മിസ്സായി. പിന്നെ 20 മിസ്സായി. എന്തിൻ്റെ ആളാണിത്? ഇതെനിക്ക് കഴിഞ്ഞ തവണ അത്ര പോലും കിട്ടാൻ പോകില്ല, ഉറപ്പാണ്. ഇപ്പം തന്നെ നിങ്ങളല്ലോ എത്ര 20 എനിക്ക് മിസ്സായത്. ഓക്കെ, അതിൽ വേണ്ട പെർഫെക്റ്റ് 20+ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹെഡ്ഷോട്ട് ടോട്ടൽ എടുത്തിട്ടുള്ള ആൾ 2300 നമുക്ക് അവൻ്റെ കോറ് നമുക്ക് പൊട്ടിക്കണം. പക്ഷേ അവൻ്റെ കോറ് പൊട്ടിക്കണമെങ്കിൽ ഇതിന് ശരിയാ ഗൈസ്. അതല്ല 18 കിലോ ടോപ്പ് സ്കോറർ വെട്ടിച്ചിരിക്കുന്നു ഗൈസ്. ആരോ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടെടുത്തിട്ട് കാര്യമില്ല. എനിക്ക് അത്ര പോലും കിട്ടത്തില്ല. എനിക്ക് ഉറപ്പായതാണ് എനിക്ക് കഴിഞ്ഞ കളിയിൽ അത്ര പോലും കിട്ടത്തില്ല. കാരണം നോക്കി ഈ കളിയിൽ ഞാൻ മുഴുവൻ ശോകം. ടൈം കഴിയില്ലേടോ. ഒരു 13 ദിവസം തന്നെ പറ്റൂല. ഇല്ല, കളി കളിക്കാൻ കള്ളന്മാർ. കുഴപ്പമില്ല, നമുക്ക് മറ്റേതൊക്കെ നല്ല കഴിക്കുക. പിത്തോ മോച്ച വാ എല്ലാവർക്കും പണിയാൻ തരാം. ഓക്കെ, പൊക്കെ എനിക്ക് ഒരു ധൃതിയില്ല. എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരും പിന്നാലെ പോകാം. എല്ലാവർക്കും ഇട്ട് പണികളാണേ. അപ്പോൾ പണിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമല്ലോ പണി. ഡീറ്റെയിൽനെസ് പോയി കഴിഞ്ഞാൽ എന്നാൽ ഞാൻ പോകട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാൻസ് ഒക്കെ തന്നെ. അത് അടിപൊളിയായിരുന്നല്ലോ. ഏലിയം വന്നോ? ബോയ് ഇല്ല. അവൻ എൻ്റെ മുന്നിൽ പോയിരുന്ന ഒരുത്തിനായിട്ട് ചെങ്ങല പറഞ്ഞു. ഞാൻ അവൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അവൻ എനിക്കൂട്ട് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത്, നൈസിന് അവൻ്റെ വണ്ടി നനച്ചിരിച്ച് അവനെ ഞാനങ്ങ് തട്ടി. ഏലിയം വേണ്ടാന്ന് പോയി. അവനൊരു ശരിയില്ല. ഈ ഡ്രിഫ്റ്റ് എന്നുള്ളതല്ലേ പെർഫെക്ഷൻ, നമ്മളതിൻ്റെ പെർഫെക്ഷൻ.
ഓ ലുലു അലാറം കിട്ടി, ലുലു അലാറം. എന്നാൽ നമുക്ക് നേരെ പലക്കാരല്ല പലകാരല്ല, ഏതൊരു സിനിമയിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമുക്ക് പലകാരം പലകാരം എന്നല്ല, എന്തോ ഒരു ഡയലോഗ് ഉണ്ട് ഏതൊരു സിനിമയിൽ. എനിക്ക് പാട്ടൊന്നും പാടല്ലേ, എന്നാലും ഞാൻ വേട്ടുകാരൻ തന്നെയാണ്. എൻ്റെ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേ വീഡിയോസൊക്കെ വൈൻഡപ്പ് ചെയ്യണം. കാരണം ഉണ്ടല്ലോ, എൻ്റെ ഏട്ടൻ വന്ന് കഴിഞ്ഞാൽ ആകെ സീനോ. എൻ്റെ ഏട്ടൻ ഒരുമാതിരി ഇതാണ്, ഗെയിം കളിക്കുന്നത് കണ്ടാൽ അടിക്കും. അപ്പം എൻ്റെ ഏട്ടൻ പുറത്ത് വരിക വണ്ടി എവിടെയോ കൊടുക്കാൻ വേണ്ടി. എൻ്റെ ഏട്ടൻ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്തിരുന്നു, അപ്പോൾ അത് ആർക്കും കൊടുത്തു. അത് കൊടുക്കാൻ വേണ്ടി പോയിക്കുക. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വൈൻഡപ്പ് ആക്കണേ. വീഡിയോ നമുക്ക് അധികം നേരം കളിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ചിട്ട് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്തോക്കില്ലോ. ഓ അത് സെറ്റ് കേട്ടാ. അവിടെ നിന്ന് നേരെ സാധനം എടുത്ത് നേരെ തിരിച്ചിറങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല ദൂരത്തല്ലേന്ന്. ഈ റേസിങ്ങിൽ ഞാൻ തന്നെ കേസ് ഫസ്റ്റ്. നിങ്ങൾ കണ്ടോ, കണ്ടോ. ഇവിടെയൊക്കെട്ടൊന്നും വന്നിട്ടുള്ളൂ, എല്ലാവരുടെയും പണിയപ്പോഴൊക്കെ അവിടെ കാണും. അത് വേണം നമുക്ക് തോണം. എടാ ഏട്ടൻ വന്നു തോന്നുന്നു, അങ്ങനെ പറയല്ലേ. എൻ്റെ ജ്യേഷ്ഠൻ നേരത്തെ വന്നു തോന്നുന്നു. ഓ ഷിറ്റ്, ആ വൃത്തിയുടെ സാധനം എൻ്റെ കണ്ണ് മങ്ങിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, മണ്ടന്മാരാണെങ്കിൽ ഇതിലൂടെ കണ്ടു പോയിന്നുണ്ട്. എനിക്കിട്ട് പണി നോടാ, എൻ്റെ കയ്യിൽ സാധനമില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ ആൾ മാറിപ്പോയി. ഓ അവനോട് പൊട്ടിക്ക്. ഓ നിങ്ങൾ ഞാനോട്ട് പൊടിച്ചില്ലേലും വേണ്ട. എടാ നീയൊക്കെ ഏതോടെ പേരപ്പോടാ, ഇവിടെ വലിയ ഇത് നടത്തി കൊടുക്കണോ അമ്മമാരുടെ ഒക്കെ ഒരു. ഓക്കെ വേമ്പോ റാംബോ വന്നിട്ട് റാംബോ വന്ന് പ്രശംസ പാട്ടൊന്നും വേടാനല്ല. എന്നാലും ഞാനൊരു കുറച്ച് കളി അറിയത്. ഓയ്യോ ഫേസ്ബുക്ക്. പക്ഷെ എനിക്ക് ഫേസ്ബുക്ക് വേണ്ട. ഫേസ്ബുക്കിനകത്ത് എല്ലാം നമ്മൾ ഇൻസ്റ്റയിനകത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണേ. എന്നിട്ട് നിങ്ങൾ എന്നെ അൺഫോളോ അടിച്ചോ, ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് ഫോളോ ചെയ്ത് തരാം. എൻ്റെ ഒരു വട്ടാണെന്നത്. എനിക്ക് ഫോളോയിങ് ഭയങ്കര കുറവാണ്, അല്ല ഫോളോവേഴ്സ് ഭയങ്കര കുറവാണ്. പക്ഷെ ഫോളോയിങ് എനിക്ക് നല്ല കൂടുതലാണ്. ഫോളോയിങ് അത്ര എനിക്ക് 103 ഉണ്ട്. എൻ്റെ ചാനലിൻ്റെ പേരിപ്പോൾ ഞാനെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ശരി, എൻ്റെ പേര് തന്നെയാണ് സാഗീദ് @55. അത്രേ ഉള്ളൂ. ഉണ്ടോയെന്ന് എനിക്കൊരു കറക്റ്റ് ഓർമ്മയില്ലേ. സോ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേക്കണം ഉണ്ടോ ഇല്ലയെന്ന്. പറ്റുന്ന ഇത്രയും ദൂരത്ത് നോക്കി ടെലിപ്പോർട്ട് ചെയ്യുന്നു, അത് കള്ളക്കളി. അതാണ്ട് നമ്മൾ ബോക്സറി പോകുന്നു. ബോക്സറി മോളെ നിനക്ക് കിട്ടിയില്ലേ. പൂ പിടിച്ച് ഈ പൂല് കയറി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തിനാണ് സ്ലോ ആവേണ്ട ആവശ്യം, വണ്ടി കണ്ട് പോയാൽ പോലെ. വേറെ എൻ്റെ പുറകിൽ കൂടെ വന്നിടുന്നത്. ഓക്കെ സാർ നമുക്ക് മിസ്സായി, പക്ഷേ കുഴപ്പമില്ല. ഞാനാണ് ഫസ്റ്റ്. ശരി. അത് മിസ്സാടാ അമ്മേ ചാത്തി. എന്തിൻ്റെ കടയിൽ നീ പോ 2 ഒരു വിഷയമില്ല, എന്നാലും വിഷയോ മല്ലു വിഷയാക്കാം. ഓക്കെ നമുക്കിവിടെ മമ്മി മമ്മിയൊക്കെ പെട്ടി തുറന്നവരെ അറിയില്ല. ഡാഡ്സേ നീ എനിക്കിട്ട് പണിയൂലടാ ചെറുക്കാ. നീ എങ്ങോട്ടാടാ പോന്നെ കളയിലാണ്ടി പോന്നെ. അയ്യോ പോടാ. അല്ല പിന്നെ എൻ്റെ ടൈമിങ്ങളാ. ഓക്കെ പൊട്ട്. അവൻ ജയിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വളരെ ലേറ്റായിരുന്നു. ഇപ്പം തരാമാ. അല്ല ഓക്കെ, നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുമോ? നമ്മളത് മുഴുവൻ ആക്ടിവേറ്റ് ചെയ്ത് ഇതൊന്നും അത്രയും കാർഡ് ചെയ്യും. ടോട്ടൽ 6 കാർഡ് കിട്ടി. നമുക്ക് 41
നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ വേണമെങ്കിൽ കാടുത്തറയുടെ സമളതി. സത്യം പറഞ്ഞ നോമിന് ഡയമണ്ട് ഒന്നും വേണ്ട. ഹൈ, ഞാൻ ഇത് മേടിക്കാൻ പോവാന്നേ, ഈ ലൈറ്റിങ് ക്രിയേറ്റിംഗ് ഇത് കണ്ടില്ലേ, ഇത് മേടിക്കാൻ പോകാം. ഇതിൻ്റെ അകത്ത് 23 റയറുണ്ട്, ഒരു എപ്പിയുണ്ട്. അയ്യേ, എന്നാലും ഇവർ പറയുന്നത് നമ്മളുടെ ഡയമണ്ടൊക്കെ നമുക്ക് ഡബിളായിട്ട് കിട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നോക്കി നോക്കാം അവര് ഉടായ്പ തള്ളുടായ്പാണോ നോക്കാം. എന്തേലുമൊക്കെ ഒന്നാവുമല്ലോ. കടി വണ്ടി പോകാൻ മടക്കുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി പറട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ വണ്ടികളിലും കളിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഈ വണ്ടീൻ്റെ കളി. ഇതിൻ്റെ ഇതുണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇതാണ്ടോ അവളെ പവറും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ബോൾ ഓടിക്കോ. മുസ്കള വരാ. അയ്യോ, വണ്ടി പറഞ്ഞു ഓറ വാണം വിടുന്ന അവിടെ അമ്മേ. അമ്മേ ബോംബൊക്കെ പിടിച്ചു അറിയാണ്ട് എൻ്റെ വായിട്ട് ബോംബെന്ന് പറഞ്ഞതാ. ശരിക്കും ബോംബ് തന്നെ. എടപ്പടാ വേണം, ജീവൻ വേണമെങ്കിൽ പോക്കോ. അമ്മേ പണിയിട്ട് നാട് വാഴത് തിരിക്കില്ലേ. അമ്മേ മതി. ഓക്കെ ഓ നിങ്ങൾ വേണ്ട. ഓ ഷീറ്റ്. ഓ നമുക്കൊരു തീ പിടിച്ചു കേസ്. ഓ ഞാനിത് എങ്ങോട്ട് ഓയ്യോ ഞമ്മണേ അടിച്ചു പോന്ന. നമുക്ക് നമ്മളെ അടുത്ത വണ്ടിയിലേക്ക് പോകട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ അടുത്ത വണ്ടി. ഈ വണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഈ വണ്ടി ഇതെനിക്ക് ഇന്നലെ കിട്ടിയ കേട്ടോ. ഇന്നലത്തെ റേസിങ് ഇവൻറ്റ് കംപ്ലീറ്റ് ആയി വിടുക. വണ്ടി ഓ ഡ്രിഫ്റ്റർ മാസ്റ്റർ മനസ്സെന്നോ കയറാൻ വേണ്ടി പോണു. നമ്മൾ ചണം പോന്നു. എല്ലാവരും റെഡി. കോട്ടെ ഫ്ലാൻ അയ്യോ നമുക്ക് ഞാനങ്ങനെ ഒലിച്ചു പോകാം. ഐസ് അമ്മമാരെന്നെ ഒലിപ്പിരിക്കുന്നുണ്ടെങ്കിലല്ലേ. വണ്ടി കയറട്ടെ. വണ്ടി കയറ്റി ബാൽ അയ്യോ അതിൻ്റെ മേലെ കണ്ടരുത്. അതെന്ത് ബ്രേക്ക് പിടിക്കാൻ വണ്ടിക്ക് സ്പീഡ് കൂടുന്ന എന്തൊക്കെ കാണിക്കുക. എൻ്റെ ഈ പവർ കാണിച്ചെടുത്താ. ഓ ഞാനൊരു വളിയിടൂല. ഞാൻ വൃത്തികിട്ട വളിയാണ്. ഞാനിത് വളി ഇട്ടു. ഓക്കെ അത്രോളൂ എടാ. അയ്യോ നമ്മളാണല്ലോ ലാസ്റ്റ്. നമ്മളിനി എന്ത് ചെയ്യും മള്ളയ്യാ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. നമുക്ക് ഈ ഫോട്ടോ ആയിക്കല്ലോ നമ്മളുടെ ഗെയിമിൻ്റെ ഇത്. ഓക്കെ, ഇൻട്രൊഡ്യൂസിങ് ബൈ സോഗേറ്റ് GP557 ന്യൂ ഗാലക്സി. ഓക്കെ, വണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇപ്പം ഇറങ്ങാം. ഓക്കെ, ബോംബൊക്കെ ചെന്ന് പോട്ടടെ. ഏവനേൻ്റെ കണ്ണാക്കിലേക്ക് പോകും. എനിക്ക് തീ പിടിച്ച് കൂട്ടുകാരെ ബോഡി പറഞ്ഞ് ആർക്കും തീ പിടിച്ചില്ല. അതുകൊണ്ട് എല്ലാവരും വരാം. ചാടിച്ചാവുന്നതിന് മുമ്പേ നമ്മൾ കേട്ടോ. എന്നാൽ നമുക്കിനി പറക്കാം അല്ലേ. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തെല്ലാം 6 ആണ്. കണ്ടോ വണ്ടി ഇങ്ങനെ ഒലിപ്പിച്ച് പോണു. അതിൻ്റെ പേരാണ് വണ്ടി ഒലിപ്പി. മനുഷ്യന്മാർ പെണ്ണുങ്ങളെടുത്ത് ഒലിപ്പിക്കുമ്പോൾ പെണ്ണുങ്ങൾ മനുഷ്യന്മാരെടുത്ത് ഒലിപ്പിക്കണം. പെണ്ണുങ്ങൾ മനുഷ്യന്മാരെടുത്ത് ഒലിപ്പിച്ചില്ലല്ലോ. മനുഷ്യന്മാർ പെണ്ണുങ്ങളെ പീഡിപ്പിക്കണം. പെണ്ണുങ്ങൾ പീഡിപ്പിക്കാണ്ട് നിന്നില്ല. ഇനി ഒന്ന് നമ്മൾ അങ്ങണ്ടിക്കിട്ട് അങ്ങനെ ചവിട്ടി തരില്ല. അടിച്ചു ഇപ്പോൾ ടയർ പഞ്ചറായി കൊണ്ടുള്ള വിജയം. ടയർ പഞ്ചറായി തീയൂട്ട്
ഒരു വിജയം ഒരിൻ്റെ വേണ്ട, വണ്ടി മുഴുവനായിട്ട് കിട്ടണം. വരാമ്മ, don't call me again and I'm മതി നമുക്ക് ബോറടിക്കുന്നുണ്ടോ? എനിക്കിതൊന്നും അല്ലടേ വേണ്ടേ. നമ്മളിനെ പരസ്യമാണ് കേട്ടോ. നിങ്ങളെൻ്റെ ബ്രില്യൻ്റ് കളി കണ്ടുകൊണ്ടിയേ. ഇത് ഇവിടെ വെച്ച് കൊടുത്തു, എന്നിട്ട് ഇതിനെ ഇവിടെ വെച്ച് കൊടുത്തു, അതും പോയി. എന്നിട്ട് ഇതിനെ ഇവിടെ വെച്ച് കൊടുത്തു. ശേഷം ഇതുപോലെ വെച്ച് കൂടെ ഏതാ കിടന്നുണ്ടോ കൂടെ എന്നിട്ട് ഇതിനെ ഇവിടെ വെച്ച് കൊടുത്തു. ഇതിനവിടെ നാട്ടുകയറുത് ഇതിവിടെ വെക്കാമല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ലോട്ടോ. ഇത് ഇവിടെ ഒന്ന് പോടാവൂ, എനിക്കൊന്നും വേണ്ടത്. നമ്മളിവിടെ വീഡിയോസ് എടുത്തുകൊണ്ട് പോകണല്ലോ. ഗൈസ് സോറി കേട്ടോ, ഈ പരസ്യം വരുന്നതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. നോട്ട് ഇൻട്രസ്റ്റഡ് ഞാൻ കൊടുക്കില്ല. കൊടുത്തു ഈ ജസ്റ്റ് തുറക്കാൻ നല്ല കൊതിയിട്ടാണ്. അടിച്ചുകാരി വരവ് കാണുമല്ലോ ഞാൻ. നമുക്കിതേ ലാലേട്ടൻ്റെ വണ്ടിയില്ലേ, പിന്നെ ലാലേട്ടൻ തന്നെ ആക്കാം. ഗ്രേ കളറ് കൊടുത്ത് ഇതല്ലായിരുന്നു ലാലേട്ടൻ്റെ, അല്ല ലാലേട്ടൻ്റെ പച്ചച്ചാണോ? യെസ്, ലാലേട്ടൻ പരിചുണ്ടെങ്കിൽ ലൈക്ക് അടി. നമുക്കിത് ആർമി വണ്ടി ഒക്കെയല്ലോ. ആർമി ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ജീപ്പായേ. ഞാൻ പോവാണേ. ലാലേട്ടന് ഭയങ്കര മുടിയല്ലേ. ഇവനാണ് ലാലേട്ടൻ. ഇവൻ ഡിസ്കോ ജാമി എന്നല്ല, ഇവനാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ കളി, ലാലേട്ടനെ പോലത്തെ ഡാൻസ്, ലാലേട്ടനെ പോലെ ലുക്ക്. എന്താ ചെയ്യുക? ലാലേട്ടനല്ല കേട്ടോ. ലാലേട്ടൻ ഫാൻസ് ഉണ്ടെങ്കിൽ എന്നെ നോക്കരുത്. ഞാനൊരു ലാലേട്ടൻ ഫാൻ തന്നെയാണ് കേട്ടോ. നിങ്ങളതുപോലത്തെ പേടിയുണ്ട്. നമ്മൾ ലാലേട്ടൻ ജീപ്പും കൊണ്ടിങ്ങനെ പറക്കും. എന്ത് ചെയ്യുക? ലാലേട്ടൻ്റെ ചന്തം നോക്കിയാൽ ആ കൈയൊക്കെ ഇങ്ങോട്ട് വളച്ചെടുത്ത് ഏതാ ലാലേട്ടനാണ് ലാലേട്ടൻ. ചേട്ടാ ലാലേട്ടൻ പിന്നെ ലാലേട്ടൻ പിന്നെ ഏത് ലാലേട്ടനാ? എന്തിൽ കേട്ടാ നമ്മൾ ലാലേട്ടനെ പോലെ റാറോ. നിങ്ങൾക്കൊക്കെ എന്തുവാ വേണ്ടേ? എല്ലാവരും പോയിക്കോ, മക്കളൊക്കെ പോയിക്കോ. ലാലേട്ടൻ ഭയങ്കര മനസ്കാശുള്ളവനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? ആക്ച്വലി ഐ എം എ സൈക്കോ. എൻ്റെ സാധനം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് പണിയാൻ കഴിയില്ലേ? ലാലേട്ടൻ എല്ലാവർക്കും ഇതിനോട് പഠിച്ച് ലാലേട്ടൻ്റെ ഡാൻസിങ്ങിൻ്റെ അടുത്താണോ ബാക്കിയുള്ള മറ്റേ കളി? കഷ്ടപ്പെട്ട് സെക്കൻഡാണ് നമുക്ക് കിട്ടിയത്. വരുവാ ഞാൻ. അജിമെന്നമ്മ ലാലേട്ടൻ ഷോർട്ട് കട്ട് എടുത്താലോ? ലാലേട്ടൻ്റെതായ ഒരു ഷോർട്ട് കട്ട്. അപ്പോൾ ഇപ്പം നേരത്തെ ഓടി പോയി. ഞാൻ പറയില്ല അവരൊക്കെ തോടി പോയി. എടാ എന്നെ കഷ്ടമാണ് നോക്കിയത്. വേറെ ഒത്തിട്ട് കേട്ടോ, മായാവി. ഇപ്പോഴും 6 അല്ലേ? നേരത്തെ എക്സ്ക്യൂസൊന്നും കൊടുക്കേണ്ടിയായിരുന്നു. ഇപ്പോൾ അതാണ്ട് വരുന്നത് മായാവിൻ്റെ കയ്യിൽ ജീപ്പ് തന്നെയാണോ? അതൊന്ന് നോക്കണമല്ലോ. പണി കിട്ടി. അമ്മേ അത് കിട്ടി. ഇതൊക്കെ ഉണ്ടേ. എന്തൊക്കെ ലാലേട്ടാ വണ്ടിയൊക്കെ വണ്ടി ഒരു സെൽഫി പണിട്ടിട്ടത്. എനിക്ക് ഇമാതിരി ഞാനൊരു സൈക്കോയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വിടടോ. വെറുതെ കമൻറ്റ് ഇടാണ്ട്
ഏയ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എന്താ. ഞാനൊരു മിമിക്രി ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റേ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജി ഇടണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റേ ഛർദ്ദിക്കാൻ വരുന്നതിൻ്റെയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേ ഈ ഇമോജി ഉള്ള ഇമോജി മറ്റേ ഹാർട്ട് ഇമോജി അതും കൂടെ ഇട്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ എൻ്റെ ബക്കിൽ കുഴപ്പമില്ല ഞാൻ സഹിച്ചു ലാലേട്ട് വണ്ടി ലാലേട്ട് മറ്റേ എന്ത് ലാലേട്ട് നമ്മളിങ്ങനെ അടിക്കുന്നത് ലാലേട്ട് ഒരു വോട്ട് തന്നില്ല ലാലേട്ട് ഡാഡി കഴിച്ചപ്പോ ഡാഡി കഴിച്ച ഞാനിരിക്കൂല കോലി ഞാനിരിക്കൂല എനിക്ക് പെരിയാ ഇരുത്താൻ തുടങ്ങും നട്ടുപോതിരി ആയില്ലടാ എക്സാം ആയില്ലടാ അയ്യോ ലാലേട്ടാ എന്താ ചെയ്യ ലാലേട്ടാ ഓ ലാലേട്ടാ ലാലേട്ടനോട് ഓ ലാലേട്ട നമ്മളെ ബാക്കിലുണ്ട് ലാലേട്ട എന്താ ലാലേട്ട ലാലേട്ടാ ലാലേട്ട ചെയ്ത ചെക്കത്തിനെ നമ്മൾ മറക്കില്ല ലാലേട്ടാ ലാലേട്ടാ ലാലേട്ടോ 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 ലാലേട്ടോട് പോയി ലാലേട്ടനൊക്കെ പോയി ലാലേട്ടൊക്കെ വേറെ ഉച്ചല്ലേ എന്താ ചെയ്യാ പോണം ഒന്ന് പോവോ കുറെ നേരെ കളഞ്ഞ് ആണ് നമ്മൾ തൻ്റെ അവിടെ പോയി കൊടുക്കണേ. ഓ നമ്മൾ മുന്നിൽ ഏതൊരു അമ്മച്ചി കിടന്ന് ഡിസ്കോ ഒക്കെ കളിക്കുന്നുണ്ട്. എടാ സിംഗറാ നീയൊക്കെ സിംഗറല്ലടാ നീയൊക്കെ പുറകെ പോടാ സിംഗറ. ഓ ലാലേട്ടോടോ ലാലേട്ടോടോ ലാലേട്ടനോട് പുച്ഛല്ലേ പോളാ കിടന്ന് ലാലേട്ട വന്നിരിക്കുന്നു. ലാലേട്ട ഒരിക്കലും ലാലേട്ട ഫാൻസിനെ കളിയാക്കാൻ പാടില്ലല്ലോ. ഇതാ അമ്മേ വരുമോ മണിക്കുട്ടൻ മണി. ഓ നീ ഏതൊരു പെണ്ണും പിള്ളേ നിൻ്റെ പണിയിലൊന്നും ഞാൻ വീഴില്ല കേട്ടാ. പെണ്ണുങ്ങളെ പണിയിലൊന്നും ഞാൻ വീഴില്ല അമ്മേ ചത്തു. അതൊരു പെണ്ണായിരുന്നു എന്നുള്ള വേറെ കാര്യം, പക്ഷെ പെണ്ണാണെന്നല്ലേ ഉള്ളൂ. അയ്യോ ചത്തി 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 പറഞ്ഞില്ലേ ചത്തി എത്തുന്നത് ഈ ലാലേട്ടനെ കൊണ്ട് ഈ ലാശേൻ്റെ തീമതി ഇത്. ഓ ഇത് മറ്റേ നമ്മളെ ക്യാപ്റ്റൻ മുസ്തഫുള്ള മുസ്തഫുള്ള അസ്തഫുള്ള ക്യാപ്റ്റൻ അസ്തഫുള്ള ഉള്ള ഇതാ വരാ ബെൽറ്റും കൊണ്ട് വരണ്ട ഞാൻ ഇപ്പോൾ വരും. വണ്ടി നേരത്തോടി പോയി നേരെ പോകാം. അമ്മേ നമ്മളെ വണ്ടി നമ്മളെന്ത് ചെയ്യാനാ ഗൈസ് നമുക്ക് 6th ആണ് ഗൈസ് കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ അടന്ന് വിളിച്ചു അതുകൊണ്ടാണ് നീ അങ്ങോട്ടാടി ഇറങ്ങാടി. ഓ ലാലേട്ടൻ വന്നില്ല ലാലേട്ടൻ മോനെ ഫസ്റ്റ് അടിച്ച് കുത്തിരിക്കും ലാലേട്ടൻ.